ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാൽമോണല്ലയുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് പെത്തോജൻസിസ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സാൽമോണല്ലയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. സാൽമോണല്ലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സ്കീമിനെ പറയുന്ന പേരാണ് കോഫ്മാൻ വൈറ്റ് സ്കീം അല്ലെങ്കിൽ കോഫ്മാൻ വൈറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഈ കോഫ്മാൻ വൈറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സാൽമോണല്ലയുടെ സിറോടൈപ്പിങ്ങിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിറോടൈപ്പിംഗ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒ ആൻഡ് എച്ച് ആൻറ്റിജൻസിനെ നമ്മൾ എഗ്ലൂട്ടിനേഷൻ വഴി ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ, അതിനെ ബേസ് ചെയ്തേക്കും ഈ സിറോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫ്മാൻ ആൻഡ് വൈറ്റ് സ്കീമിനെ വെച്ചിട്ട് നമ്മൾ ഓരോ സിറോടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഓരോ ഗിവൺ സ്പീഷീസ് ഉണ്ട്. ഏകദേശം ഒരു 2300 സിറോടൈപ്പ് സാൽമോണല്ലയാണ് ഉള്ളത്. ഇതിൽ A to Z എന്നാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. അതിൽ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറോടൈപ്പ് എന്ന് പറയുന്നത് A, B, C, D ആൻഡ് E, A to E. ഇത്രയാണ് മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറോടൈപ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാനുള്ളത് പെത്തോജൻസിസ് ആണ്. സാൽമോണല്ല ടൈഫി, സാൽമോണല്ല പാരടൈഫി A, സാൽമോണല്ല പാരടൈഫി B. ഈ 3 സ്പീഷീസുമാണ് ഹ്യൂമൻ ബീയിങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി അല്ലാതെ കുറച്ച് സാൽമോണല്ലയുടെ സ്പീഷീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൽമോണല്ല ടൈഫി മ്യൂറിയം, കോളറാസിസ് ഇങ്ങനെയുള്ള സ്പീഷീസ്. ഇതൊക്കെ ആദ്യം അനിമൽസിനാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതായത് പ്രൈമർലി ഇൻഫെക്റ്റീവ് ഫോർ അനിമൽസ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് സെക്കൻഡറിലി ആണ് ഇൻഫെക്റ്റഡ് ആവുന്നത്. സാൽമോണല്ലെ മെയിനായിട്ടും 3 ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ സിൻഡ്രോം ആണ് ഹ്യൂമൻ ബീയിങ്സിന് കോസ് ചെയ്യുന്നത്. എൻറ്ററിക് ഫീവർ, സെപ്റ്റിസീമിയ, ലാസ്റ്റ് വൺ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എൻറ്ററിക് ഫീവർ ആണ്. The term enteric fever includes typhoid fever and paratyphoid fever. അതായത് enteric fever എന്ന് പറയുന്ന ആ ഒരു ടേമിനകത്ത് 2 ഫീവർ വരുന്നുണ്ട്. ഒന്ന് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്നത് സാൽമോണല്ല ടൈഫിയും രണ്ടാമത്തെ ഏതാണ് പാരാടൈഫോയിഡ് ഫീവർ. അത് കോസ് ചെയ്യുന്നത് സാൽമോണല്ല പാരാടൈഫി A, B, C. ഇതിൽ ഇന്ത്യയിൽ പ്രിവാലൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് സാൽമോണല്ല ടൈഫിയും സാൽമോണല്ല പാരാടൈഫിയാണ് കൂടുതലും പ്രിവാലൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയിൽ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സാൽമോണല്ല ടൈഫി കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനാണ് ടൈഫോയിഡ് ഫീവർ. അതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ആദ്യം ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് പറയണമല്ലോ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൻ്റെയോ വാട്ടറിൻ്റെയോ ഇഞ്ചക്ഷൻ വഴിയാണ് ബാക്ടീരിയ ബോഡിയിലേക്ക് കയറുന്നത്. അപ്പോൾ കയറി കഴിഞ്ഞ് സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 വീക്സ് വരെ പോവാം. 7 to 14 days ആണ്. ആവറേജ് 1 വീക്ക് ആണ്, പക്ഷെ 2 വീക്സ് വരെ. അതെന്ന് വെച്ചാൽ ഡോസ് ഓഫ് ഇൻഫെക്ഷൻ്റെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഇഞ്ചക്ഷൻ വഴി എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ ബോഡിയിൽ എത്തും. അതിനുശേഷം നേരെ എങ്ങോട്ടായിരിക്കും പോകുന്നത്, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തി. അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ വില്ലയിലുള്ള എപ്പിത്തീലിയൽ സെൽസിലായിരിക്കും അത് അറ്റാച്ച് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, പെനിട്രേറ്റ് ചെയ്യണം. അപ്പോൾ അറ്റാച്ച് ചെയ്തു, നെക്സ്റ്റ് പെനിട്രേറ്റ് ചെയ്യും. എങ്ങോട്ടാണ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത്, ലാമിന പ്രോപ്രിയയിലോട്ടും സബ് മ്യൂക്കോസയിലോട്ടും. അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ലാമിന പ്രോപ്രിയയിലും സബ് മ്യൂക്കോസയിലും എത്തുന്ന സമയത്താണ് ന്യൂട്രോഫിൽസും മാക്രോഫേജസും അവിടെ എത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഫാഗോസൈറ്റോസിസിനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, സാൽമോണല്ലയുടെ പ്രത്യേകത എന്താണ്, ഈ ഫാഗോസൈറ്റോസിസിനെ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് ചെയ്യാൻ വരുന്ന ആ സെൽസിനെ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫാഗോസൈറ്റോസിസ് അവിടെ നടക്കുന്നില്ല, കാരണം ന്യൂട്രോഫിൽസും മാക്രോഫേജസും അവിടെ എത്തുന്ന സമയത്ത് സാൽമോണല്ല അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇൻട്രാ സെല്ലുലാർ കില്ലിങ്ങിനെ റെസിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്ത് മിസെൻറ്ററിക് ലിംഫ് നോഡ്സിലോട്ട് എൻ്റർ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത ശേഷം മിസെൻറ്ററിക് ലിംഫ് നോഡ്സിൽ എൻ്റർ ചെയ്യും, അവിടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, തൊറാസിക് ഡക്റ്റ് വഴി നേരെ എങ്ങോട്ട് പോകും, ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ബ്ലഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ബാക്ടീരിയമേ ഉണ്ടാവും. അപ്പോൾ ബാക്ടീരിയമ എന്ന് പറയുമ്പോൾ അവിടെ ഹെമറ്റോജിനസ് സ്പ്രെഡ് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്റേണൽ ഓർഗൻസിനൊക്കെ എഫക്ട് ചെയ്യുന്നത്. ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും എഫക്ട് ചെയ്യുമെങ്കിലും മെയിനായിട്ട് നമ്മൾ പറയുന്നത് ലിവർ, ഗോൾ ബ്ലാഡർ, സ്പ്ലീൻ, ബോൺ മാരോ, ലങ്സ്, ലിംഫ് നോഡ്സ്, കിഡ്നീസ് ഇവയൊക്കെ തന്നെ എഫക്ട് ചെയ്യും. ഇതിൽ സാൽമോണല്ല ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എബൻഡൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലായതുകൊണ്ട് തന്നെ നമുക്ക് ബൈലിനെ ബാസിലയുടെ ഒരു ഗുഡ് കൾച്ചർ മീഡിയം എന്ന് പറയാം. അതുപോലെ തന്നെ ബാക്ടീരിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇൻറ്റെസ്റ്റൈനിലോട്ട്. അപ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് പിയേഴ്സ് പാച്ചസും ഇലിയത്തിലെ ലിംഫോയിഡ് ഫോളിക്കിൾസ് ഒക്കെ തന്നെ അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്റെസ്റ്റൈനിലോട്ട് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ബാക്ടീരിയ. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഷിഗല്ലോസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഗല്ല പറഞ്ഞപ്പോൾ അതായത് ബാസിലറി ഡിസെൻറ്ററിയുടെ കേസിൽ അവിടെ സൂപ്പർഫിഷ്യൽ അൾസറിന്റെ കേസ് പറഞ്ഞില്ലേ, അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ. അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു, എന്നിട്ട് എന്തുണ്ടാവും, നെക്രോസിസ്, ടിഷ്യൂ ഡെത്ത്, അവിടെ നിന്ന് സ്ലഫ് ഓഫ് ആയിട്ട് ടൈഫോയിഡ് അൾസേഴ്സ് ഫോം ചെയ്യും.
അപ്പോൾ ഈ അൾസർ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലിക്കേഷൻസിലോട്ടാണ്, രണ്ട് മേജർ കോംപ്ലിക്കേഷൻസിലോട്ടാണ് മെയിനായിട്ടും ലീഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ, സെക്കൻഡ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെമറേജും ആണ്. അപ്പോൾ ഈ ഒരു 3 to 4 വീക്സ് അതാണ് ഡിസീസിൻ്റെ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഇൻറ്റസ്റ്റൈനൽ ലീഷൻസ് ഒക്കെ ഹീലായി പൊക്കോളും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഓരോ വീക്കിലും ഉണ്ടാവുന്നതെന്നുള്ളത്. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, പിന്നെ ഒരു ഫൈനൽ സ്റ്റേജ് ആണ് ക്രോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ എന്ന് പറയുന്നത് ബാക്ടീരിയമ വരെയുള്ള കാര്യങ്ങൾ, അതായത് ബാക്ടീരിയമാണ് ഫസ്റ്റ് വീക്കിലെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? വൈഡായിട്ട് സ്പ്രെഡ് ആവും, അതോടൊപ്പം തന്നെ നെക്രോസിസ് ഉണ്ടാവുന്നു, സ്പ്ലീനോമെഗാലി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ബാക്ടീരിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പിയേഴ്സ് പാച്ച് ഒക്കെ ഇൻവോൾവ് ആയിട്ട് അൾസറേഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ ടൈഫോയിഡ് അൾസർ ഉണ്ടാവുന്നു, ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ്, അതായത് അതിൻ്റെ മേജർ കോംപ്ലിക്കേഷൻസ് പറഞ്ഞില്ലേ, ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ്ങും ഇൻറ്റസ്റ്റൈനൽ അൾസറേഷനും ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ ഒരു സ്റ്റേജാണ് ക്രോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഗോൾ ബ്ലാഡറിൽ വന്നിട്ട് ബാക്ടീരിയ കോളനൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്രോണിക് ക്യാരിയർ സ്റ്റേറ്റിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നെന്ന് പറയുന്നത് ഈ ഒരു ക്രോണിക് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ അവിടെ ക്രോണിക് ഇൻഫെക്ഷൻ, അതായത് ജോയിൻസ്, ബോൺ, മെനിഞ്ചസ്, അതുപോലെയുള്ള അതർ സൈറ്റ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ ക്രോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഫ്ലോ ചാർട്ടിന്റെ രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ടൈഫോയിഡ് ഫീവറിന്റെ ക്ലിനിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്, അതായത് ചെറിയൊരു പനിയിൽ തുടങ്ങിയിട്ട് അത് ഫേറ്റൽ ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. യൂഷ്വലി ഗ്രാജുവലി ആയിരിക്കും ഇൽനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിംറ്റംസ് എന്ന് പറയാനുള്ളത് ഹെഡേക്ക് ഉണ്ടാവും, എനോറക്സിയ, വിശപ്പില്ലായ്മ, പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒക്കെ കൺജഷൻ, ഇതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്ന സിംറ്റംസ് പറയുന്നത്. ഇതുകൂടാതെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെപ്പ് ലാഡർ പൈറക്സിയ. സ്റ്റെപ്പ് ലാഡർ പൈറക്സിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ഇപ്പം നമുക്ക് ഫീവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ആകുമ്പോഴത്തേക്ക് അത് കുറയും, പിന്നെ അത് വീണ്ടും പീക്കാവും, അങ്ങനെ കുറയും കൂടും. ആ ഒരു ഇതിനാണ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ പൈറക്സിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റിലേറ്റീവ് ബ്രേഡികാർഡിയ. ബ്രേഡികാർഡിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലിനെക്കാളും കുറയുന്നത്, അതാണ് ബ്രേഡികാർഡിയ എന്ന് പറയുന്നത്. പിന്നെ ല്യൂക്കോപീനിയ ഉണ്ടാവും. ഇതാണ് എടുത്തു പറയേണ്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കൊക്കെ ആവുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിൽ എന്ത് സംഭവിക്കും? റോസ് സ്പോട്ട്സ് അപ്പിയർ ചെയ്യും, അതാണ് സ്കിൻ റാഷസ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അതിനാണ് നമ്മൾ റോസ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓർഗനിസം സെക്കൻഡ് ടു തേർഡ് വീക്കിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും സ്റ്റൂളിൽ അപ്പിയർ ചെയ്യുന്നത്. യൂറിനിലാണെന്നുണ്ടെങ്കിൽ തേർഡ് ടു ഫോർത്ത് വീക്കിലായിരിക്കും. റോസ് സ്പോട്ട്സ് അപ്പിയർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സെക്കൻഡ് ടു തേർഡ് വീക്ക്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുക. എടുത്ത് പറയേണ്ട കാര്യമാണ് സ്റ്റെപ്പ് ലാഡർ പൈറക്സിയ വിത്ത് റിലേറ്റീവ് ബ്രേഡികാർഡിയ. പിന്നെ വരുന്നതാണ് സ്കിൻ റാഷസ്, അതിനാണ് നമ്മൾ റോസ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അത് അപ്പിയർ ചെയ്യുന്നത് സെക്കൻഡ് ഓർ തേർഡ് വീക്കിലായിരിക്കും. പിന്നെ യൂറിനിൽ അപ്പിയർ ചെയ്യുന്നത് തേർഡ് ടു ഫോർത്ത് വീക്കായിരിക്കും. സ്റ്റൂളിൽ അപ്പിയർ ചെയ്യുന്നത് സെക്കൻഡ് ടു തേർഡ് വീക്കിലായിരിക്കും. അപ്പോൾ അത്രയാണ് ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പാരാടൈഫോയിഡ് ഫീവർ. ഇത് ടൈഫോയിഡ് ഫീവറിനെ പോലെ തന്നെയാണെങ്കിലും ടൈഫോയിഡ് ഫീവറിനെക്കാളും മൈൽഡ് ഫോമാണ് പാരാടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്നത്. മെയിനായിട്ട് കോസ് ചെയ്യുന്നത് സാൽമോണല്ല പാരാടൈഫി എ, ബി ആൻഡ് സി. ഇതിൽ പാരാടൈഫി സി എന്ന് പറയുന്നത് ഫ്രാങ്ക് സെപ്റ്റിസീമിയ വിത്ത് സുപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നതായിരിക്കും. എൻഡറിക് ഫീവർ അപ്പോൾ കഴിഞ്ഞു, ടൈഫോയിഡും പാരാടൈഫോയിഡ് ഫീവറും. അടുത്ത രണ്ടാമതാണ് സെപ്റ്റിസീമിയ. സാൽമോണല്ല സെപ്റ്റിസീമിയ കോമൺ ആയിട്ട് കോസ് ചെയ്യുന്നത് സാൽമോണല്ല കോളറ സൂയിസ് ആണ്. ഒക്കേഷണലി അതർ സാൽമോണലയും കോസ് ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ മെയിനായിട്ടും കിട്ടുന്നത് ഓറൽ റൂട്ട് വഴിയാണ്. അതോടൊപ്പം തന്നെ ബ്ലഡ് സ്ട്രീമിലേക്ക് വേഗം ഇൻവേർഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബ്ലഡിലേക്ക് ഇൻവേർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ലോക്കൽ സുപ്രേഷൻ, ഡിഫറെൻറ്റ് ഓർഗൻസിലെത്തിയിട്ട് അവിടെ ലോക്കൽ സുപ്രേഷൻ ഫോം ചെയ്യിക്കും, പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് മെയിനായിട്ട് എന്തൊക്കെയായിരിക്കും കോസ് ചെയ്യുന്നത്? ഓസ്റ്റെമൈലൈറ്റിസ്, ന്യൂമോണിയ, പൾമോണറി ആബ്സസ്, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻഡോകാർഡൈറ്റിസ്, ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ഏതാണ്? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അതർവൈസ് നോൺ ആസ് ഫുഡ് പോയ്സണിങ്. അപ്പോൾ ഇത് മെയിനായിട്ടും എങ്ങനെയായിരിക്കും കിട്ടുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ മിൽക്ക്, പിന്നെ എഗ്ഗിൻ്റെ കണ്ടാമിനേഷൻ, അതായത് അനിമൽ പത്തോജൻസ് ആയിട്ടുള്ള അതർ സാൽമോണലയില്ലേ അതിൻ്റെ കണ്ടാമിനേഷൻ ഉള്ള എഗ്ഗ്, ഇതൊക്കെ കഴിക്കുന്നത് വഴിയായിരിക്കും ഫുഡ് പോയ്സണിങ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് എഗ് ആൻഡ് എഗ് പ്രോഡക്ട്സ് ആണ്. ഇതിൽ ഫുഡ് പോയ്സണിങ് ഇത് കൂടുതലായിട്ടും ഐസൊലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫിമ്യൂറിയ ആണ്. ടൈഫിമ്യൂറിയ കൂടാതെ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതർ സ്പീഷീസ് എന്ന് പറയുന്നത് ഒന്ന് സാൽമോണല്ല എൻറ്ററിറ്റൈഡിസ്, സാൽമോണല്ല ന്യൂപോർട്ട്, സാൽമോണല്ല ഡബ്ലിൻ. ഇതൊക്കെയാണ് സാൽമോണല്ല ടൈഫിമ്യൂറിയത്തെ കൂടാതെ
ഫുഡ് പോയ്സണിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതർ സ്പീഷീസ് ഓഫ് സാൽമോണല്ല എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 24 hours ആണ്. മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് സാധാരണ ഫുഡ് പോയ്സണിങ്ങിന് ഉണ്ടാകുന്ന സിംറ്റംസ് തന്നെയാണ്. ഫീവർ, വോമിറ്റിംഗ്, എബ്ഡോമിനൽ പെയിൻ, ഡയേറിയ. ഇതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലബോറട്ടറി ഡയഗ്നോസിസിൽ മെയിനായിട്ടും എൻട്രിക് ഫീവറിൻ്റെ ഡയഗ്നോസിസിൽ വരുന്നത് 4 മെത്തേഡ്സ് ആണ്. ഒന്ന് ഐസൊലേഷൻ ഓഫ് ബാസിലെ, രണ്ടാമത്തത് ആൻറ്റിബോഡിയുടെ ഡെമോൺസ്ട്രേഷൻ, അതാണ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ആൻറ്റിബോഡി. മൂന്നാമത്തത് സർക്കുലേറ്റിംഗ് ആൻറ്റിജൻ്റെ ഡെമോൺസ്ട്രേഷൻ. പിന്നെ ഉള്ളത് അതർ ലബോറട്ടറി ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ചേർന്നതാണ് എൻറ്ററിക് ഫീവറിൻ്റെ ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഐസൊലേഷൻ ഓഫ് ബാസിലെ. അപ്പോൾ ബാസിലെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? സ്പെസിമെനെ നമ്മൾ കൾച്ചർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഏതൊക്കെയാണ് റിലവൻ്റ് ആയിട്ടുള്ള സ്പെസിമെൻ എന്ന് കണ്ടുപിടിക്കണം. മെയിനായിട്ട് നമ്മൾ കൾച്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ബ്ലഡിനാണ്, പിന്നെ ഫീസസ്, യൂറിൻ, അതുകൂടാതെ ആസ്പിറേറ്റഡ് ഡിയോഡിനൽ ഫ്ലൂയിഡ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് സ്പെസിമെനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്തെന്നുള്ളതാണ്. അതായത് റിലവൻ്റ് ആയിട്ടുള്ള സ്പെസിമെൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ് ആണ്. ആ ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ലാബ് ഡയഗ്നോസിസ് ഓഫ് എൻറ്ററിക് ഫീവർ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്പെസിമെനാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ കൾച്ചർ ചെയ്തിട്ട് ബാസിലെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു സ്പെസിമെൻ്റെ റിലവൻസ്, അത് നമ്മൾ ആ ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓരോ ഡ്യൂറേഷൻ വൈസ് ഏത് സ്പെസിമെനാണ് എക്സാമിൻ ചെയ്യുന്നതെന്നും അതിൻ്റെ പോസിറ്റിവിറ്റി പെർസെൻറ്റേജുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കോളം നിങ്ങൾ നോക്കുക, അതിൽ കൊടുത്തേക്കുന്നത് എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. രണ്ടാമത്തെ കോളത്തിൽ സ്പെസിമെൻ എക്സാമിനേഷൻ, മൂന്നാമത്തേൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പോസിറ്റിവിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് വീക്ക് ഡിസീസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് വീക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിമെനായിട്ട് സെലക്ട് ചെയ്യുന്നത് ബ്ലഡ് കൾച്ചറാണ്. അത് ബ്ലഡ് കൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90% പോസിറ്റിവിറ്റി ഷുവർ ആണ്. സെക്കൻഡ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ബ്ലഡ് കൾച്ചറിന് തന്നെയാണ്. ഒരു 75% പോസിറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഫീസസ് കൾച്ചറാണ്, ഒരു 50% കിട്ടും. പക്ഷേ വൈഡാൽ ടെസ്റ്റ് നമുക്ക് ലോ ടൈറ്ററേ കിട്ടുള്ളൂ, കാരണം സെക്കൻഡ് വീക്കല്ലേ, അതുകൊണ്ട് ലോ ടൈറ്റർ ആയിരിക്കും വൈഡാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. തേർഡ് വീക്ക് ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് വൈഡാൽ ടെസ്റ്റിനാണ്. ഒരു 80 to 100% പോസിറ്റിവിറ്റി പെർസെൻറ്റേജ് ഉണ്ട് വൈഡാൽ ടെസ്റ്റിന്. പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് ഏതാണ്? ബ്ലഡ് കൾച്ചർ, ഒരു 60% ഉണ്ട്. തേർഡ് എന്ന് പറയുന്നത് ഫീസസ് കൾച്ചറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ട് ഏത് സ്പെസിമെൻ സെലക്ട് ചെയ്ത് കൾച്ചർ ചെയ്യണമെന്ന് നോക്കുന്നത്. ഐസൊലേഷൻ ഓഫ് ബാസിലയിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ബ്ലഡ് കൾച്ചറാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്ലഡ് കൾച്ചർ എങ്ങനെയാണ് പോസിറ്റീവ് കിട്ടുന്നതെന്ന്. അതായത് ഫീവർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ഫീവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് കൾച്ചർ ചെയ്യുന്ന സമയത്ത് 90% പോസിറ്റീവ് കിട്ടാനാണ് ചാൻസ്. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അത് കുറച്ചുകൂടെ കുറയും, ഒരു 75% ആവും. തേർഡ് വീക്കിലോട്ട് ആകുമ്പോഴത്തേക്കും 60% നമുക്ക് പോസിറ്റീവ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? പോസിറ്റിവിറ്റി റേറ്റ് അങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഫീവർ കുറഞ്ഞാൽ പോലും 25% ഓഫ് കേസസിലും ബ്ലഡ് കൾച്ചർ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഇപ്പോൾ ബ്ലഡ് കൾച്ചറിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അസെപ്റ്റിക് കണ്ടീഷൻസിൽ വെനി പഞ്ച് വഴി നമ്മൾ 10 ml ബ്ലഡ് വേണം കളക്ട് ചെയ്യാനായിട്ട്. ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്കത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോട്ടിൽസിലേക്ക് ബ്ലഡ് കൾച്ചർ ബോട്ടിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കൾച്ചർ ബോട്ടിൽസ് ബ്ലഡ് കൾച്ചർ ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് കൾച്ചർ ബോട്ടിൽസ് ആണ് ഗ്ലൂക്കോസ് ബ്രോത്തും ടോറോകൊളേറ്റ് ബ്രോത്തും എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് നമ്മൾ ഈ ബോട്ടിൽസിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്ത് ചെയ്യുക? തറവായിട്ട് ക്ലീൻ ചെയ്യുക. ഏതർ സ്പിരിറ്റ് ഓർ ആൽക്കഹോൾ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, ആ ക്യാപ്പിലൂടെ എന്ത് ചെയ്യുക? ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ വേണം ബ്ലഡ് എന്ത് ചെയ്യേണ്ടത്? ആ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കൾച്ചർ ബോട്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ ക്യാപ്പ് ഓപ്പൺ ആക്കരുത്. അങ്ങനെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാപ്പിലൂടെ നമ്മൾ നീഡിൽ വെച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് ബ്ലഡ് ആഡ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ അവിടെ പറയേണ്ട ആൻസർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആക്കാണ്ട് ഈ രീതിയിൽ ബ്ലഡ് കൾച്ചർ ബോട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്. ബ്ലഡിലുള്ള ചില സബ്സ്റ്റൻസസ് ഈ ബാസിലയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയലൂഷൻ ആണ്. അതായത് 5 ml ബ്ലഡ് നമ്മൾ 50 ml കൾച്ചർ മീഡിയയിലോട്ട് വേണം ആഡ് ചെയ്യേണ്ടത്. 1:10 ഡയലൂഷൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ 2 ബ്ലഡ് കൾച്ചർ ബോട്ടിൽ നമ്മൾ ഇൻക്യുബേഷൻ വെക്കുക. 37 ഡിഗ്രി സെൽഷ്യസിൽ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുക. ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ബോട്ടിൽ നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? സബ് കൾച്ചർ ചെയ്യണമല്ലോ. അപ്പോൾ ഗ്ലൂക്കോസ് ബ്രോത്ത് നിന്ന് എടുത്തിട്ട് ബ്ലഡ് അഗാറിലേക്കും ടോറോകൊളേറ്റ് അല്ലെങ്കിൽ ബൈൽ ബ്രോത്ത് നിന്ന് എടുത്തിട്ട് മെക്കോങ്കിലോട്ടുമാണ് സബ് കൾച്ചർ ചെയ്യുന്നത്.
ടോറോക്കൊളൈറ്റ് ബ്രോത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് അത് ഇൻഹിബിറ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോറോക്കൊളൈറ്റ് ബ്രോത്തിൽ ഗ്രാം നെഗറ്റീവ് ബാസിലെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പെയിൽ നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് കോളനീസ് ആയിരിക്കും നമ്മൾ ഈ ടോറോക്കൊളൈറ്റ് ബ്രോത്തിൽ നിന്ന് എടുത്ത് എമ്മയിലോട്ട് സബ് കൾച്ചർ ചെയ്യില്ലേ, അവിടെ ഉണ്ടാവുന്ന കോളനീസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, മോട്ടിലിറ്റി നോക്കുക, ഫർദർ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നോക്കുക. അപ്പോൾ നമുക്ക് സാൽമോണല്ല എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഗ്രാം നെഗറ്റീവ് ആണ്, മോട്ടൈൽ ആണ്, ഗ്ലൂക്കോസിനെ മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്യും, പക്ഷേ ലാക്ടോസിനെ സൂക്രോസിനെ ഫെർമെന്റ് ചെയ്യില്ല. സാൽമോണല്ല ടൈഫിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. സാൽമോണല്ല ടൈഫി എന്താണ്? അനൈറോജനിക് ആണ്, അതായത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ പാരാടൈഫോയിഡ് ബാസിൽ എങ്ങനെയായിരിക്കും? ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ടോറോക്കൊളൈറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എമ്മയിലോട്ട് സബ് കൾച്ചർ ചെയ്തു. ഫസ്റ്റത്തെ ദിവസം നമ്മൾ സബ് കൾച്ചർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ കൾച്ചർ പോസിറ്റീവായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവ് എന്ന് റിപ്പോർട്ട് ചെയ്യരുത്. അതിന് പേര് എന്താ വേണ്ടത്? ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ വീണ്ടും സബ് കൾച്ചർ ചെയ്യുക. അങ്ങനെ 10 days നമ്മൾ സബ് കൾച്ചർ ചെയ്തിട്ടും ആ കൾച്ചർ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് നമ്മൾ നെഗറ്റീവ് എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആ 10 daysനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കൊടുക്കാം. പക്ഷേ 10 days നമ്മൾ സബ് കൾച്ചർ ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടിയിട്ടല്ലാതെ ഒരിക്കലും അത് നെഗറ്റീവ് എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ വേണം നമ്മൾ ബ്ലഡ് കൾച്ചറിന്റെ റിപ്പോർട്ട് കൊടുക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് ക്ലോട്ട് കൾച്ചർ. ക്ലോട്ട് കൾച്ചർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ടു ബ്ലഡ് കൾച്ചർ ആണ്. ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ 5 ml ബ്ലഡ് അസെപ്റ്റിക്കലി കളക്ട് ചെയ്യുക ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലോട്ട് ആവാനായിട്ട് വെക്കുക. അപ്പോൾ ക്ലോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിറം കിട്ടും. ആ സിറം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. അത് വേണമെങ്കിൽ നമുക്ക് വൈഡാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല ആ ക്ലോട്ട്. ആ ക്ലോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടിക്കുക, ബ്രേക്ക് ചെയ്യുക. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലാസ് റോഡാണ്. എന്നിട്ട് അങ്ങനെ ബ്രേക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് ബൈൽ ബ്രോത്ത് ആഡ് ചെയ്യുക. വെറുതെ ഉള്ള ബൈൽ ബ്രോത്ത് അല്ല, സ്ട്രെപ്റ്റോകൈനേസ് ഉള്ള, അതായത് 100 units/ml സ്ട്രെപ്റ്റോകൈനേസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബൈൽ ബ്രോത്ത് വേണം നമ്മൾ ആ ബ്രോക്കൺ അപ്പ് ആയിട്ടുള്ള ക്ലോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്ട്രെപ്റ്റോകൈനേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ക്ലോട്ടിന്റെ ഡൈജഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ ക്ലോട്ട് ഡൈജസ്റ്റ് ആവുന്ന സമയത്ത് അതിനകത്തുള്ള ബാക്ടീരിയ എന്ത് ചെയ്യും? അത് ലൈസിസ് ആവുമല്ലോ. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയ ആ ക്ലോട്ടിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സിറം മാറ്റി വെച്ചില്ലേ വൈഡാൽ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അത് ചിലപ്പോൾ നെഗറ്റീവ് ആവാനാണ് ചാൻസ്. കാരണം നമ്മൾ ഡിസീസിന്റെ ഏർലി സ്റ്റേജിലല്ല അത് കളക്ട് ചെയ്ത് മാറ്റിയത്. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഐസൊലേഷൻ ഓഫ് ബാസിലയിലെ മൂന്നാമത്തെ മെത്തേഡാണ് ഫീസിസ് കൾച്ചർ. ഇപ്പോൾ ഇൻഡസ്റ്റൈനിലെ ലീഷൻസ് ഓൾറെഡി പ്രസന്റ് ഇല്ല, അവിടെ അൾസർ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ ഫീസിസിലേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ത്രൂ ഔട്ട് ഡിസീസും ഫീസിസിലേക്ക് ബാക്ടീരിയ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫീസസ് കൾച്ചർ ചെയ്യുന്നത് വഴി നമുക്ക് 2 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്ന്, നമുക്ക് പേഷ്യൻറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാരിയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഫീസസ് കൾച്ചർ വഴി പറ്റും. അപ്പോൾ ഫീസസ് കൾച്ചർ ജനറലി പോസിറ്റീവ് കിട്ടുന്നത് 2nd വീക്ക് ഓഫ് ഇൽനെസ്സിലാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് വേറെ ഏതൊക്കെ സ്പെസിമെൻസ് ആണ് നമ്മൾ കൾച്ചറിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ്. അതിൽ ഫസ്റ്റത്തതാണ് ബോൺ മാരോ കൾച്ചർ എന്ന് പറയുന്നത്. വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ബോൺ മാരോ കൾച്ചർ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്ലഡ് കൾച്ചർ നെഗറ്റീവ് ആണെങ്കിൽ കൂടി നമുക്ക് ബോൺ മാരോ കൾച്ചർ പോസിറ്റീവ് കിട്ടും. അടുത്തതാണ് ബൈൽ കൾച്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി ബൈൽ കൾച്ചറും പോസിറ്റീവ് കിട്ടും. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോണിക് കാരിയേഴ്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോൺ മാരോയും ബൈലും അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതർ സ്പെസിമെൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്കിൻ റാഷസ് ഉണ്ടാവില്ലേ, റോസ് സ്പോട്ട്സ്, ആ റോസ് സ്പോട്ട്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്ചാർജ്, അത് നമുക്ക് സ്പെസിമെനായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സുപ്രേറ്റീവ് ലീഷൻസ് എന്നുള്ള പസ് എടുക്കാം, CSF, സ്പ്യൂട്ടം, ഇതൊക്കെയാണ് ഇത് കൂടാതെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അതർ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഐസൊലേഷൻ ഓഫ് ബാസില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആൻറ്റിബോഡീസിൻ്റെ ഡിമോൺസ്ട്രേഷൻ ആണ്. അതിൽ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ വൈഡാൽ ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ടൈഫോയിഡ് അല്ലെങ്കിൽ പാരാടൈഫോയിഡ് ഫീവർ ഉള്ള പേഷ്യൻറ്റിൻ്റെ സിറത്തിൽ നമ്മൾ അഗ്ലൂട്ടിനേൻസ്, അതായത് ആൻറ്റിബോഡീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് ഈ ഒരു ടെസ്റ്റിൽ മെയിനായിട്ടും ചെയ്യുന്നത്. വൈഡാൽ ടെസ്റ്റ് നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. സ്ലൈഡ് മെത്തേഡും ഉണ്ട്, ട്യൂബ് മെത്തേഡും ഉണ്ട്. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത മെത്തേഡാണ് സർക്കുലേറ്റിംഗ് ആൻറ്റിജൻസിൻ്റെ ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈഫോയിഡ് ബാസിലയുടെ ആൻറ്റിജൻ ഏർലി ഫേസ് ഓഫ് ഡിസീസിൽ തന്നെ നമ്മുടെ ബ്ലഡിൽ പ്രസന്റ് ആയിരിക്കും. അവിടെ ഓർക്കുക, ആൻറ്റിബോഡി അല്ല ആൻറ്റിജൻസ് ആണ് നമ്മളിവിടെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആൻറ്റിജൻസ് ആണ് ഡിസീസിൻ്റെ ഏർലി ഫേസിൽ തന്നെ ബ്ലഡിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറിനിലും ഈ സർക്കുലേറ്റിംഗ് ആൻറ്റിജൻ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിജനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യണമല്ലോ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. കോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ് സ്റ്റെഫലോകോക്കസ് ഓറിയസിൻ്റെ കോവാൻ 1 സ്ട്രെയിൻ.
അപ്പോൾ ഇതിലെന്ന് പറയുന്നത് പ്രോട്ടീൻ എ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലൈസേഷൻ ആണ്. അതായത് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് കോവാൻ 1 സ്ട്രെയിനിൽ പ്രോട്ടീൻ എ ഉണ്ട്. അതിന് നമ്മൾ ഫസ്റ്റ് ഫോർമാൽഡിഹൈഡ് വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിബോഡി കോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആൻറ്റിജൻ ആണ്. അപ്പോൾ നമ്മൾ സാൽമോണല്ല ടൈഫയിഡ് ആൻറ്റിബോഡി അതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് സെൻസിറ്റൈസ്ഡ് ആയി. അങ്ങനെയുള്ള സെൻസിറ്റൈസ്ഡ് സ്റ്റെഫിലോകോക്കൽ സെൽസിനെ നമ്മൾ എന്ത് ചെയ്യും? അതൊരു സ്ലൈഡിലാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെഫിലോകോക്കൽ സെൽസിനെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സിറം വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിറത്തിൽ ടൈഫോയിഡ് ആൻറ്റിജൻസ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സ്റ്റെഫിലോകോക്കയിൽ എന്താ കോട്ട് ചെയ്തിട്ടുള്ളത്? സാൽമോണല്ല ടൈഫയിഡ് ആൻറ്റിബോഡി കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ആൻറ്റിബോഡിയും ഈ സിറത്തിൽ ആൻറ്റിജൻസ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിജനുമായിട്ട് അവിടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? എഗ്ലൂട്ടിനേഷൻ, വിസിബിൾ എഗ്ലൂട്ടിനേഷൻ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോ അഗ്ലൂട്ടിനേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? റാപ്പിഡ് ആണ്, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡിസീസിൻ്റെ ഫസ്റ്റ് വീക്കിൽ മാത്രമേ കോ അഗ്ലൂട്ടിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതുകൂടാതെ കോ അഗ്ലൂട്ടിനേഷൻ അല്ലാതെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന മറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് കൗണ്ടർ ഇമ്മ്യൂണോ ഇലക്ട്രോഫോസിസ്, പിന്നെ എലൈസ. ഈ 2 മെത്തേഡ്സ് ആണ് കോ അഗ്ലൂട്ടിനേഷൻ കൂടാതെ നമ്മൾ സർക്കുലേറ്റിംഗ് ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ബ്ലഡിലും യൂറിനിലും ഉള്ള. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ ലബോറട്ടറി ടെസ്റ്റ് ആണ്. അതർ ലാബ് ടെസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് TLC അല്ലെങ്കിൽ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്. ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് നോക്കുന്ന ടൈമിൽ ല്യൂക്കോപീനിയ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ലിംഫോസൈറ്റോസിസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടെസ്റ്റ് ആണ് നമ്മൾ യൂറിനിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഡയസോ ടെസ്റ്റ് എന്ന് പറയും. ഈ ഒരു ടെസ്റ്റ് ജനറലി പോസിറ്റീവ് ആവുന്നത് ഫീവർ തുടങ്ങിയ ഒരു 5th and 14th ഡേയിലായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് ആ ഫീവർ സബ്സൈഡ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഫീവർ മാറുന്നത് വരെ അത് ഈ ഒരു ടെസ്റ്റ് എന്തായിരിക്കും? പോസിറ്റീവായിട്ട് കിട്ടും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തുടരും. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈക്വൽ വോളിയം ഓഫ് പേഷ്യൻറ്റ് യൂറിൻ ആൻഡ് ഡയസോ റിയേജന്റ് ആർ മിക്സ്ഡ്. അതായത് എത്ര വോളിയത്തിലാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ യൂറിൻ എടുക്കുന്നത് അത്രയും വോളിയം അല്ലെങ്കിൽ അത്രയും എമൗണ്ട് തന്നെ ഡയസോ റിയേജന്റും ആഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂ ഡ്രോപ്സ് 30% അമോണിയം ഹൈഡ്രോക്സൈഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ലോണം ആ മിക്സ്ചർ ഷേക്ക് ചെയ്യുക. അപ്പം നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? റെഡ് ഓർ പിങ്ക് ഫ്രോത്ത് അവിടെ ഡെവലപ്പ് ചെയ്യും. അതാണ് ഡയസോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയസോ റിയേജന്റ് എന്ന് പറയുന്നത് 2 സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും. സൊല്യൂഷൻ എയിൽ വരുന്നതെന്ന് പറയുന്നത് സൾഫാനിലിക് ആസിഡ്, കോൺസെൻട്രേറ്റ് H2SO4, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ. സൊല്യൂഷൻ ബിയിൽ വരുന്നതാണ് സോഡിയം നൈട്രൈറ്റും ഡിസ്റ്റിൽഡ് വാട്ടറും. അപ്പോൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ എയുടെ 40 പാർട്സ് സൊല്യൂഷൻ ബിയുടെ 1 പാർട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ്. ആൻറ്റിബയോട്ടിക് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ക്ലോറാഫെനിക്കോൾ ആണ്. അതുകൂടാതെ നമുക്ക് അമോക്സിസിലിൻ, ആംബിസിലിൻ, കോട്രിമോക്സിസോൾ ഇതൊക്കെ തന്നെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയും റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതായത് ക്ലോറാഫെനിക്കോളിനോടും ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സിനോടൊക്കെ തന്നെ സാൽമോണല്ല റെസിസ്റ്റൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഫ്ലൂറോക്വിനലോൺസും 3rd ജനറേഷൻ സെഫാലോസ്പോറിൻസും ആണ്. അപ്പോൾ ഫ്ലൂറോക്വിനലോൺസും 3rd ജനറേഷൻ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് മൾട്ടി റെസിസ്റ്റൻറ്റ് കേസസിലാണ്. അപ്പോൾ ഫ്ലൂറോക്വിനലോൺസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് സിപ്രോഫ്ലോക്സാസിനും ഓഫ്ലോക്സാസിനുമാണ്. 3rd ജനറേഷൻ സെഫാലോസ്പോറിൻസിലാണെന്നുണ്ടെങ്കിൽ സെഫ്റ്റാസിഡിൻ, സെഫോടാക്സിൻ, സെഫ്ട്രിയാക്സോൺ, സെഫാപെരാസോൺ ഇതൊക്കെയാണ്. പക്ഷേ ഏറ്റവും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ആൻറ്റിബയോട്ടിക് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോറാഫെനിക്കോൾ ആണ്. അടുത്ത ഏതാണ്? പ്രൊഫൈലാക്സിസ്. ഇപ്പോൾ പ്രൊഫൈലാക്സിസിൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വാക്സിനേഷൻ നോക്കാം. ജനറലി നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പോസൽ ഓഫ് സീവേജ്, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, പിന്നെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ടൈമിലും ഹാൻഡിൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഉള്ളൊരു സൂപ്പർവിഷൻ. ഇതൊക്കെയാണ് നമുക്ക് ജനറലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാക്സിനേഷൻ. വാക്സിനേഷനിൽ നമ്മൾ മെയിനായിട്ട് 3 വാക്സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ വാക്സിനാണ് TAB വാക്സിൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ TAB വാക്സിൻ എന്ന് പറയുന്നത് ഹീറ്റ് കിൽഡ് ഓൾ സെൽ വാക്സിൻ ആണ്. ഇതിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? സാൽമോണല്ല ടൈഫി ഉണ്ട്, സാൽമോണല്ല പാരടൈഫി എയും ബിയും ഉണ്ട്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് 1000 മില്യൺസും സാൽമോണല്ല പാരടൈഫി എ ആൻഡ് ബി എന്ന് പറയുന്നത് 750 മില്യൺസും ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്യണം. പ്രിസർവ് ചെയ്യുന്നത് 0.5% ഫീനോളിലാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഡോസ് ഷെഡ്യൂൾ ആണ്. അപ്പം നമ്മൾ ഈ TAB വാക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ്ലി ആണ് നമ്മളത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. 0.5 ml 2 ഡോസസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ഒരു 4 to 6 വീക്സ് ഇൻ്റർവെല്ലിലായിരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനെ ഫോളോ ചെയ്തിട്ട് എവറി 3 years നമ്മൾ ബൂസ്റ്റർ ഡോസ് എടുക്കണം.
രണ്ടാമത്തെ വാക്സിനാണ് ലൈവ് ഓറൽ ടൈഫോയിഡ് വാക്സിൻ, അതായത് TY21A എന്ന് പറയുന്നത്. ആദ്യത്തേത് ഹീറ്റ് കിൽഡ് ആണ് TAB വാക്സിൻ. TY21A എന്ന് പറയുന്നത് എന്താണ്? ലൈവ് ഓറൽ ടൈഫോയിഡ് വാക്സിൻ ആണ്. അതെന്ന് പറയുന്നത് 3 ഡോസസ് ആയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേ ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേതാണ് പ്യൂരിഫൈഡ് VI പോളിസാക്കറൈഡ് വാക്സിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ടൈഫിം VI എന്ന് പറയും. ഇത് ഇൻട്രാമസ്കുലർലി ആണ് ഇൻജെക്ട് ചെയ്യുന്നത്. സിംഗിൾ ഡോസ് മതി. അതായത് 25 മൈക്രോഗ്രാമിൽ സിംഗിൾ ഡോസ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്നതാണ് പ്യൂരിഫൈഡ് VI പോളിസാക്കറൈഡ് വാക്സിൻ അല്ലെങ്കിൽ ടൈഫിം VI എന്ന് പറയുന്നത്. ഇത്രയാണ് സാൽമണല്ലയുടെ ഒന്ന് ക്ലാസിഫിക്കേഷൻ, പിന്നെ പെത്തോജൻസിസും ലാബ് ഡയഗ്നോസിസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രൊഫൈലാക്സും.